ഹലോ. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ PSC ഗവൺമെൻറ് എക്സാം, ഗവൺമെൻറ് ജോലി അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കുറച്ച് സംശയമാണ്. സംശയമാണ്, അല്ലാണ്ട് ഞാൻ ഉപദേശിക്കണമൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കൊന്നും അറിയാം, ഞാൻ മാത്രമാണോ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെന്താ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ PSC എക്സാം ഒക്കെ എഴുതുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊന്നുമല്ല, ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഈ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഈ ഗവൺമെൻറ് എക്സാം PSC എന്നൊക്കെ ഉള്ളൊരു സംഭവം ഇല്ലായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വേറൊന്നുമല്ല, അപ്പോൾ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള ജോലി എന്തെങ്കിലും ചെയ്ത് ഒരു ആം, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അത് എന്താണെന്ന് എനിക്ക് പറയാമെന്ന് വെച്ചപ്പോൾ, ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കല്യാണത്തിന് ഒരു ചെക്കനെയോ പെണ്ണിനെയൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ആദ്യം എന്താ നോക്കാം? ഗവൺമെൻറ് ജോലിയാണോ നോക്കും. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അതാണ് സംഭവം. ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ സ്റ്റാൻഡേർഡിനൊത്ത് എല്ലാവരും എത്തിയില്ലെങ്കിൽ ബാക്കിയുള്ളവരൊന്നും ഒന്നും അല്ലാണ്ടായി പോവാണ് അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും എങ്ങനെയായാലും അത് എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ചിലവരുടെ വീട്ടുകാർ, പാരൻസൊക്കെ നീ പഠിച്ച ജോലി തന്നെ, നീ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി എന്തെങ്കിലും അതിന് നോക്ക് എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷെ ചിലവർക്കുണ്ടാവും ഇങ്ങനെ, അപ്പുറത്തെ വീട്ടിലെ ആൾക്ക് കിട്ടി, ഇപ്പുറത്തെ വീട്ടിലെ അവന് കിട്ടി, ഇപ്പുറത്തെ വീട്ടിൽ ഇവർക്ക് കിട്ടി, കൊച്ചാപ്പൻ്റെ മോന് കിട്ടി, അമ്മായിയുടെ മോന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഗവൺമെൻറ് ജോലിയാണ്, നമുക്ക് കിട്ടിയില്ലെങ്കിൽ മോശം എന്നുള്ള രീതിയിൽ അവരുടെ മക്കളെ ഉന്തിത്തള്ളി വിടും ഇതിനു വേണ്ടി. അവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അവരും അവരുടെ ആഗ്രഹമല്ലേ നോക്കാം എന്നുള്ള രീതിയിൽ പോകും. പക്ഷേ താല്പര്യമില്ലാണ്ട് ഇതിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ പകുതിക്ക് വെച്ചത് വെറുതെ ആകും. പിന്നെ ഞാൻ പറയട്ടെ, പിന്നെ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. എന്താണ് കക്ഷത്തിലിരിക്കണ കിട്ടിയുമില്ല, എന്തോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതായി മാറും. ഇത് PX എക്സാം എന്താ അറിയാമല്ലോ കാര്യം, പെട്ടെന്നൊന്നും കിട്ടണ സംഭവമല്ല, ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. ഇതിൻ്റെ ഒഴിവുകൾ വരാൻ എപ്പോഴെപ്പോഴും ഒന്നും ഇല്ലല്ലോ. നമുക്ക് വേണ്ട ഒരു ഇതിന് ജോലിക്ക് അത് ഒഴിവ് വരാനായിട്ട് നേരം പിടിക്കും. പിന്നെ എക്സാം എഴുതി അതിന് റിസൾട്ട് വരാൻ നേരം പിടിക്കും. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ലിസ്റ്റിലൊക്കെ കയറി നമുക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ വരാനും നേരം പിടിക്കും. അപ്പോൾ അത്രയും നാൾ നമ്മളത് കാത്തിരിക്കണം. അപ്പോൾ അതിനൊക്കെ ക്ഷമയുള്ളവർ മാത്രം ഇതിന് പോയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ PSC എക്സാമിന് നമ്മൾക്ക് പഠിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, നല്ലോണം പഠിക്കണ കുട്ടിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഇതിന് ലക്ക് വേണം, ക്ഷമ വേണം, മനക്കെട്ടി വേണം. മനക്കെട്ടി വേണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയോ PG ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങാണ്, PSC പഠിക്കാൻ വേണ്ടി ഇറങ്ങാണ്. അപ്പോൾ എന്തായാലും അറിയാമല്ലോ, 6 മാസം കൊണ്ടൊന്നും ഇതെന്തായാലും കിട്ടാൻ പോണില്ല. എൻ്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, മോള് പഠിച്ച് കഴിഞ്ഞല്ലേ, ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും എന്താണ് PSC പഠിക്കണയാണ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ഇങ്ങനത്തെ ഒരു ഭാവമാണ്. എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലവർ പുച്ഛിക്കും, ചിലവർ പറയും നല്ലതാണ് മോളെ ജോലി, ഗവൺമെൻറ് ജോലി നോക്ക്, കിട്ടിയാൽ നല്ലതാണ്. അത് ശരിയാണ്, ഗവൺമെൻറ് ജോലി കിട്ടിയാൽ നല്ലതാണ്, ഭാവി സുരക്ഷിതം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചിലവർക്ക് അത് അവർ പുച്ഛിക്കാനും ഒരു കാരണമുണ്ട്. ഇപ്പം രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. ചിലർ ഇതുപോലെ തന്നെ നല്ലതാണെന്നുള്ള പറച്ചിൽ ഉള്ള ആൾക്കാരുണ്ടാവും. ചിലവർ എന്തിനാണ് ഇതിൻ്റെ പുറകെ പോയിട്ട് അങ്ങനെയുള്ള ചിന്തയും ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയിട്ട് കുറേ പേര് അങ്ങനെയുണ്ട്. ഇങ്ങനെ നോക്കി അടുത്ത തവണ നോക്കാം, അടുത്ത ഇതിൽ നോക്കാം, അടുത്ത ഇതിൽ നോക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിരുന്ന് ലാസ്റ്റ് ഏജ് ഓവർ ആയി കഴിയുമ്പോൾ എന്താ ഇത്രയും നാൾ ഇതാക്കിയത് വെറുതെ ആയി. അത് നമ്മൾ പഠിച്ച് നമ്മൾ എഴുതിയാൽ മാത്രം പോരല്ലോ. നമ്മുടെ നമ്മൾ ആ എക്സാമിൻ്റെ ദിവസത്തെ നമ്മുടെ തലവര അനുസരിച്ചിരിക്കും, അന്നത്തെ ദിവസത്തെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് അറിയാമല്ലോ, ഒരു കടൽ പോലെയാണ്. അതെല്ലാം മുക്കും മൂലയും എത്താനൊന്നും നമുക്കിപ്പോൾ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്നവർ എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ പറ്റുമോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അവർ സമ്മതിക്കണം കേട്ടോ. എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ട് എല്ലാം അറിയാമായിരിക്കുമോ അവർക്ക് ഈ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്നവർ? എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ അറിയാമായിരിക്കുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ അവർ സമ്മതിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭാഗ്യമായിരിക്കും.
എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പഠിച്ച ആ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്നു ക്വസ്റ്റ്യൻ. അങ്ങനത്തെയൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ അത് ലക്ക്, ഒരു ലക്കല്ലേ അത്. അപ്പോൾ അതൊക്കെ ഒരു ലക്ക് ഫാക്ടറും വേണം. എന്താ പറയുക, പഠിക്കുകയും വേണം കേട്ടോ. പഠിക്കുകയും വേണം. അപ്പം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെന്താ, നല്ലോണം ക്ഷമ വേണം. എക്സാം വരുന്നവരെ കാത്തിരിക്കണം, റിസൾട്ട് വരാൻ കാത്തിരിക്കണം. പിന്നെ ചിലവർ പറയും ഒരു ജോലിക്ക് പോയിട്ട് പഠിക്കാൻ പറ്റില്ലേ, അവൻ ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള ടൈമിൽ ഇരുന്നാ പഠിച്ചേ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അത് ഒരാൾക്ക് അങ്ങനെ പറ്റിയെന്നും പറഞ്ഞ് മറ്റൊരാളുടെ സാഹചര്യവും അവരുടെ അവസ്ഥയൊക്കെ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ പിന്നെ അവൻ അവിടെ ജോലിക്ക് പോയി കഴിഞ്ഞിരുന്ന് പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ആ ഒരു സാഹചര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ഇവിടത്തെയൊക്കെ ജോലി ഒരു രാവിലെ 9 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5, 5:30, 6 മണിയൊക്കെ ആവും കഴിയുമ്പോ. ഇപ്പൊ എല്ലാവർക്കും വീടിന്റെ അടുത്ത് തന്നെ ജോലി കിട്ടണമെന്നില്ല. ചിലവര് 2, 3 ബസ്സൊക്കെ കയറി പോണവരുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് യാത്ര ചെയ്ത് വീട്ടിലെത്തുമ്പോ തന്നെ പിന്നെ അവിടെ നിന്ന് പഠിക്കാൻ പോവാണോ? ചിലവരുണ്ട് കേട്ടോ ഭയങ്കര അത് നേടിയ തീരുന്നുള്ള ഇതൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കും. ഞാൻ അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അതാണ് പറഞ്ഞത് ഞാൻ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സ്വയം തീരുമാനിക്കുക എനിക്കത് വേണം, ഞാനത് നേടിയേ തീരൂ എന്നുള്ള ഒരു ഇതാണെങ്കിൽ അതിന് പോവാം. കാരണം അവരെന്തായാലും അതിനു വേണ്ടി കഷ്ടപ്പെട്ടിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അപ്പുറത്തുള്ളവർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, റിലേറ്റീവ്സ് പറഞ്ഞു, വേണം ഇത് നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞ് തള്ളി വിട്ടവരാണെങ്കിൽ അവർ കുറച്ചാളെ മടുക്കും. അവരുടെ താല്പര്യം അതല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഈ മാർക്കിനും അനുസരിച്ചുള്ള ഒരുപാട് റിസർവേഷനും കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ശരിക്കും മാറ്റേണ്ടതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇപ്പൊ എല്ലാവരും അതിന് തുല്യതയായിട്ട് എന്തൊന്നാ പറയാ, എനിക്ക് പറയേണ്ട എന്താന്ന് അറിഞ്ഞൂടാ. അത് ഈക്വലായിട്ട് കാണണ്ടേ. ഇപ്പൊ എല്ലാവരും പഠിക്കുന്നു, പഠിക്കണേനനുസരിച്ച് ഒരാൾക്ക് ജോലി കൊടുക്കാം. അല്ലാതെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരാൾക്ക് മാർക്ക് കൂടി മാർക്ക് കുറഞ്ഞു എന്നിട്ട് റിസർവേഷൻ എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് മറ്റുള്ളവരെ നമുക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പഠിച്ച ആൾക്കാർ വെറുതെ ആവില്ലേ. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളും ഇതിലുണ്ട്. അതൊക്കെ ഇനി മാറിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അറിയാവുന്നത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ എന്താന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മനക്കെട്ടി വേണം എന്ന് പറഞ്ഞാൽ മനക്കെട്ടി വേണം, ക്ഷമ വേണം എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നും അല്ല. നമ്മള് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡിഗ്രിയും ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കയറി വരും. എല്ലാവർക്കും വന്നൊന്നുമില്ല. പലവരുടെയും ചോദ്യങ്ങളും അതൊക്കെ കേട്ടിട്ട് ജോലി ആയില്ലേ, എന്തിനാ വെറുതെ ടൈം കളയണേ, ഇത്രയും നാള് വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, നമുക്കും ഇത് പഠിക്കണേന്റെ ഇടയിലേ ഇങ്ങനെ ചിന്ത വരും. ശരിയാണ്, ഞാനിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഈ 1, 1.5 വർഷം നമ്മൾ നോക്കിയിരുന്ന് നമ്മൾ അത്രയും നാൾ നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല. കാരണം ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല, വേറെ ഒന്നിനും പോകാൻ പറ്റില്ല. അപ്പൊ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് ചിന്തിക്കും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവര് ചോദിക്കും ഈ ഇത്ര നാള് എന്താണ് ഗ്യാപ്പ്. ഇപ്പോൾ PSC പഠിക്കണേന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്കില്ല് ഗെയിൻ ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വെയിറ്റ് കിട്ടും. പക്ഷെ PSC പഠിക്കണേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ PSC GK നോളജ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ജോലിയുടെ ഇന്റർവ്യൂവിന് നമുക്ക് വലിയ ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് വലിയ ഗുണമില്ലാന്ന്. അപ്പം നമ്മൾ ഫ്രഷർ തന്നെ. നമുക്ക് അപ്പോൾ ഒന്നേന്ന് തുടങ്ങുന്ന ഒരു രീതിയിലിരിക്കും. സാലറി ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാലറി കിട്ടുള്ളൂ. കാരണം നമുക്ക് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PSC ഒക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഗ്രി ഒക്കെ പഠിക്കില്ലേ, പഠിക്കണേന്റെ ഇടയിൽ തന്നെ അപ്പോൾ തന്നെ എഴുതി തുടങ്ങുക. അപ്പം തന്നെ കുറച്ച് കുറച്ച് പഠിക്കാൻ നോക്കുക. കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും അപ്പോഴേ നോക്കി തുടങ്ങുക. അല്ലാതെ എല്ലാം കഴിഞ്ഞ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. ജോലി ആയില്ലേ എന്നൊക്കെ ഉള്ള ചോദ്യം കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇതും പഠിക്കാനായിട്ട് തോന്നില്ല. എന്നാ വേറെ ജോലിക്കും ഇതിന് ഇറങ്ങി തിരിച്ചാൽ ഈ PSCക്ക് ഇറങ്ങി തിരിച്ചാണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒരു കര കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാ ഇതിൽ നിന്ന് മാറാനായിട്ട്. കാരണം ഈ എക്സാം വന്നാലാണ് ഇത് എക്സാം എഴുതി അതിന്റെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വന്നാൽ അടുത്തത് നോക്കാം. കാരണം ഇത്രയും നാളെ എൻ്റെ പോയി, അപ്പൊ ഇനി എന്തായാലും അടുത്തതിനും കൂടി നോക്കിയിട്ട് നോക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എല്ലാവരും എന്നല്ല, ചിലവര്. അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇതൊക്കെയാണ്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ
ഒന്ന് കമൻസിൽ ഒന്ന് അറിയിക്കുക. എനിക്ക് മാത്രമാണോ എന്നുള്ളത്. പിന്നെ നിങ്ങളുടെയൊക്കെ ആർക്കെങ്കിലും പഠിച്ച് ജോലി കിട്ടിയ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഇട്ടാൽ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇതിനു വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക, LDC ഇതിന് വരണുണ്ടല്ലോ, അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വന്ന കാര്യങ്ങൾ, എനിക്ക് മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നല്ലോ, മറ്റേ CPO-ൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ, അവരുടെയൊക്കെ ഇതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തോരം അവരിരുന്ന് കഷ്ടപ്പെട്ട്, ഇപ്പം എത്ര നാളായി അത്, ഒരു കൊല്ലത്തിനും 2-3 കൊല്ലത്തിനൊക്കെ മുമ്പായിരുന്നില്ലേ, അങ്ങനെ എന്തോ അല്ലേ, അങ്ങനെ എന്തോ ഞാൻ കേട്ടെ. അപ്പോൾ അത്രയും നാൾ അതിന് വേണ്ടി നോക്കിയിരുന്നിട്ടേ വേറെ എക്സ്പീരിയൻസ് ഒന്നും, ചിലവർ ജോലിക്ക് പോകണ്ടായിരുന്നായിരിക്കും, ചിലവർ ഇതിന് മാത്രം നോക്കിയിരുന്ന് വേറെ ഒന്നിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അവർക്ക് വേറെ ഒന്നിനും പോകാനും പറ്റൂല, ഇതും കിട്ടില്ല, ആകെ മനസ്സാകെ തകർന്ന അവസ്ഥ. എന്ത് കഷ്ടമാണ് നോക്കണേ. എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്നായിരിക്കില്ല. ചിലവരൊക്കെ പെട്ടെന്ന് തകർന്നു പോകും, ചിലവരൊക്കെ അതൊക്കെ അത് പോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കാനുള്ള ഒരു മനക്കെട്ടിയൊക്കെ ഉണ്ടാകും. പക്ഷെ ചിലവർ അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അപ്പം എല്ലാവരെയും ഇങ്ങനെ ഒരാൾക്ക് അവന് പറ്റുകയാണെങ്കിൽ നിനക്ക് പറ്റും എന്നുള്ള രീതിയിൽ നിൽക്കാണ്ട്, ഇപ്പോൾ അത് നമ്മുടെ കൂടെ ഉള്ളവരും അങ്ങനത്തെ ഒരു മൈൻഡിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല, എല്ലാവർക്കും ഒരേ കഴിവല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ എല്ലാവരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആവണ്ടല്ലേ. പലവർക്കും അവനവന് പറ്റുന്നത് അവനവൻ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യാനാണ്, അതിനെ സംബന്ധിച്ചുള്ള ജോലി ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അതിന് പോവുക. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കുറവായിരിക്കുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയായാലും, ഇപ്പോൾ നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളത് നിൽക്കും. ഇപ്പോൾ പ്രൈവറ്റ് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലറിയൊക്കെ കുറവൊക്കെ ആയിരിക്കും. അതാണ് എല്ലാവരും ഇതിലൊക്കെ നോക്കാൻ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ പുറത്തേക്ക് പോവാം, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കാര്യം. കാരണം ഇവിടുത്തെ പ്രൈവറ്റ് ജോലിക്കൊക്കെ കിട്ടുന്ന ശമ്പളമൊക്കെ വളരെ കുറവാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ജോലി ഞാൻ ജോലിയൊക്കെ നോക്കിയിരുന്നതാണ്. ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അവരെത്രയൊക്കെയാണ് സാലറി പറയുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താ, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ പിന്നെ വരാം. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ പറയുന്നതിൽ ഞാനിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ ഒരു വെപ്രാളമുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിർത്താണ്. വേറെ ടോപ്പിക്കുമായിട്ട് വേറൊരു ദിവസം വരാം. ഓക്കെ, ബൈ.